ഗോവിന്ദ ഹരിഗോവിന്ദ. കരക്കൊട്ടിയൂരില് നാളെ ജൂൺ 5-ന് തിരുവോണം ആരാധനയാണ്. യാഗോത്സവം മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തിരുവോണം ആരാധനയോടുകൂടി ശ്രീകോവിലിന്റെ മേൽക്കൂര പ്രവൃത്തി പൂർത്തിയാകുന്നത് തിരുവോണം ആരാധനയോട് കൂടിയിട്ടാണ്. ആരാധനാ നാളില് പൊന്നിൻ ശീവേലിയുണ്ട്. തിരുവോണം ആരാധന എന്ന ഈ വൈശിഷ്ട്യത്തെ കുറിച്ച് ദക്ഷിണകാശി മഹാത്മ്യത്തിൽ മാനന്തേരി മഠത്തിൽ ചന്തുനമ്പ്യാർ പറയുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. തിരുവോണാദി തൃച്ചെറുമൊന്നിലുണ്ട് തിരുവോണാരാധന വിരവിൽ 3 നാൾ. ആരാധനകൾ 3-ആണ്. തിരുവോണാരാധന, രേവതി ആരാധന, രോഹിണി ആരാധന. ഈ 3 നാളുകളിലായിട്ടാണ് വിശേഷമായ ആരാധനകൾ നടക്കുന്നത്. അന്നത്തെ വളരെ പ്രാധാന്യമേറിയ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് പാല് അഭിഷേകമാണ്. പാലമൃത എഴുന്നള്ളത്ത്, ക്ഷീരാഭിഷേകം. മണത്തണ തെക്കു പടിഞ്ഞാറായിട്ടു വനസ്ഥലമുണ്ടൊന്നഭിക്ക വേക്കളം. വേക്കളം എന്ന സ്ഥലത്തു നിന്ന് കരുവോത്തു നായർ എന്ന സ്ഥാനീകരാണ് പാലമൃത് എഴുന്നള്ളിച്ച് കൊണ്ടുവരേണ്ടത്. മുഹൂർത്ത രാശി സമാഗതമാകുന്ന സമയത്ത് പാലമൃത് അഭിഷേകം നിർവഹിക്കുന്നു. പശുപതിക്കന്നു നിശയിൽ ചെയ്യുന്നു പശുക്ഷീരം കൊണ്ടു വിശുദ്ധാഭിഷേകം എന്നാണ് ചന്തുനമ്പ്യാരുടെ വർണ്ണന. തിരുവാരാധന വരുന്നു 3 നാൾ. വിരവോട് ഈ നായർ വരണം പാലുമായി. ഈ 3 നാളുകളിൽ, തിരുവോണം നാളില്, രേവതി നാളില്, രോഹിണി നാളില്, ഈ 3 നാളുകളിലും പാലമൃത് എഴുന്നള്ളിച്ചുകൊണ്ട് വേക്കളത്തു നിന്നും കരോത്തു നായർ സ്ഥാനീകരെത്തണം. രോഹിണി ആരാധന നാളില് ആലിംഗന പുഷ്പാഞ്ജലി എന്ന മറ്റൊരു വിശേഷമായ ചടങ്ങ് കൂടിയുണ്ട്. അത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. യാഗോത്സവം വിശേഷമായ മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് തിരുവോണം ആരാധന നാളിൽ. ഞെട്ടിപ്പനയോല മേഞ്ഞ മേൽക്കൂരയാണ് ശ്രീകോവിലിന് പൂർത്തിയാവുന്നത്. നാളെ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതി ദിനത്തില് പ്രകൃതി വിഭവത്തെ കൊണ്ട് തയ്യാറാക്കപ്പെട്ട മേൽക്കൂരയോടുകൂടിയ യാഗോത്സവം അതിന്റെ വിശേഷമായ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നത് ഈ വർഷത്തെ ഒരു സവിശേഷത കൂടി ആയിട്ട് നമുക്ക് കാണാം. ഇത് പ്രകൃതിയുടെ ഒരു സന്ദേശമാണ്. കഴക്കൂട്ടിയൂര് അതിന്റെ പാരിസ്ഥിതിക പ്രാധാന്യത്തോടുകൂടി പ്രകൃതി സൗഹൃദമായി സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകണം എന്ന ഒരു വിശേഷമായ ഒരു സന്ദേശം പ്രകൃതി നൽകുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഗോവിന്ദ ഹരിഗോവിന്ദ.